സുമേച്ചി. ആ ഇതാര് സിന്ധു? ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അല്ലേ ചേച്ചി, മറ്റന്നാൾ സ്കൂൾ വർക്കല്ലേ? ഇവിടുത്തെ കണ്ണനിനി 6ലേക്കല്ലേ? അപ്പു ഇനി 5ലേക്കായിരുന്നേ. അവന് പഴയ പുസ്തകങ്ങളൊക്കെ തരുമോയെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ഇത് നീ അപ്പൂനെ കൊണ്ട് കൊടുക്ക്. അയ്യോ, ഇതെന്തിച്ച് പുതിയ ബാഗൊക്കെ? കൊടയും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും വേണ്ട ചേച്ചി, ബുക്ക് മാത്രം മതി. ഒന്നിൽ പഴയൊരു ബാഗുണ്ട്. കണ്ണനും കിങ്ങണിക്ക് ബുക്ക് മേടിക്കാൻ പോയപ്പോഴേ ഞങ്ങൾ വിചാരിച്ചത് അവനും കൂടെ വാങ്ങണമെന്ന്. അവൻ്റെ അച്ഛൻ ഈ വീട്ടിന് ചെയ്ത സഹായം ചെറുതല്ല. ഞങ്ങളെക്കാൾ നിർബന്ധം കണ്ണനും കിങ്ങണിക്ക് തന്നെയായിരുന്നു. അവരെ കൂടെ കളിച്ചു വളർന്നവനല്ലേ അവനും. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. വേഗം കൊണ്ട് കൊടുക്കട്ടെ, അങ്ങോട്ട് പോട്ടെ. പിന്നെ ആ ബാഗിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. എൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയില്ല. നീ അവനെ കൊണ്ടുപോയി കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്ക്. അയ്യോ, കാശൊന്നും വേണ്ട, ഇത് തന്നെ വലിയ കാര്യം. അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പുതിയ ബാഗും ഉടുപ്പും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവന് ആഗ്രഹം കാണില്ലേടി അതൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട്. ആ അവസ്ഥ ഒരുപാട് അനുഭവിച്ചത് ഞാനും. നീ ഇത് അവനെ കൊണ്ട് കൊടുക്ക്. ചേച്ചിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അറിയില്ല. അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവന് ഗതി വരില്ലായിരുന്നു. നീ വിഷമിക്കാതെടാ, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും കൂടെ. നിങ്ങളുടെ ഈ അവസ്ഥ ഒരു ദിവസം എന്തായാലും മാറും.